ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കൂടുതൽ വിവരം അറിയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നു. അല്ല, അത് ഇനിയിപ്പോൾ അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ഫർദർ അന്വേഷണം നടക്കും. ചാർജ് ഷീറ്റ് ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കും. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെയും കൂടി, ഏതായാലും മെയിൻ ആയിട്ടുള്ള അക്യൂസ്ഡ് ഇദ്ദേഹം എന്നാണ് നമ്മൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ. അല്ല, ഇപ്പം പ്രാഥമിക അന്വേഷണത്തിൽ ഈ 3 കിലോ കൊണ്ടുവന്നെന്നാണ് കിട്ടുന്ന വിവരം. ഇനി കൂടുതലായിട്ടുള്ള അന്വേഷണം മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരം കിട്ടുള്ളൂ. അത് ഡീറ്റെയിൽസ് എടുക്കണം. യാത്രാ വിവരം എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. ജേണി ഡീറ്റെയിൽസ് എടുത്താലേ അറിയാൻ പറ്റും. സിനിമാ മേഖലയ്ക്ക് ഇയാളുടെ ഭാര്യയായിട്ടാണ് ബന്ധം. ഇയാൾക്ക് ബന്ധമില്ല. അതുകൊണ്ട് അന്വേഷണമുണ്ട്. അന്വേഷണം സബ്സിക്വന്റ് ആയിട്ട് വരും. എന്തോ അല്ല, അത് വരും. അന്വേഷണം സ്വാഭാവികമായിട്ട് വരും. അവരിലേക്കും അന്വേഷണം ഉണ്ടാവും. രണ്ടുപേരും ഒരുമിച്ച് കസ്റ്റഡി വാങ്ങി, ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അല്ല, ഇപ്പം നിലവിൽ അങ്ങനെ ഒരു വിവരം ഇല്ല. എന്തായാലും മറ്റ് രാജ്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു അന്താരാഷ്ട്ര കണക്ഷൻ ഉണ്ട്. കാര്യം ഗോൾഡും ഇലക്ട്രോണിക് ഗുഡ്സും സ്മഗിൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു കണക്ഷനും കൂടി ഇതിനകത്തുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ പരിപാടി ചെയ്യുന്നുള്ളതായിട്ടാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. നമ്മൾ പിടികൂടിയിട്ടില്ല. അല്ല, ഇയാള് ഇവരുടെ കൂടെ വന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളെ പിടിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ പിടിക്കുമ്പോൾ കൂടെ ഇല്ല. ഇയാളവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വണ്ടിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ടായിരിക്കും അയാൾ ഇറങ്ങിയത്. ആ ലൊക്കേഷനും കൂടെ വെച്ചാണ് ഇയാൾ അക്യൂസിന്റെ പാതയിലോട്ട് വന്നിട്ടുള്ളത്. കാര്യം ഇവരുടെ ഈ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഫാമിലിയോട് കൂടി യാത്ര ചെയ്യുക. അപ്പൊ ചെക്കിംഗ് ഒഴിവാകാൻ വേണ്ടി ഫാമിലിയോട് കൂടി യാത്ര ചെയ്യുമ്പോൾ ആ ചെക്കിംഗ് ഒഴിവായി കിട്ടും. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ചെന്നൈയിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്നാണ് ഇത് വിതരണം ചെയ്തിരിക്കുന്നത്. ഇപ്പം കേരളത്തേക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് കിട്ടിയ വിവരം. അല്ല, അത് ഇനി ഫർദറായിട്ട് അന്വേഷണം നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇവരുടെ നിലവിൽ ഇയാളുടെ ഭാര്യയാണ് ഇത് അവിടുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. വാങ്ങിക്കും. 3 പേരെ ഒരുമിച്ച് കസ്റ്റഡി വാങ്ങിക്കും. വേണം, ചെയ്യും. ഇല്ല, കിട്ടിയിട്ടില്ല. അത് ഇനി 3 പേരുടെയും കൊടുക്കാനുണ്ട്. ഇല്ലല്ല, 3 പേരുടെ ഇല്ലല്ലോ. 1-2 പേരുടെ ഉണ്ട്. അവരെ ചോദ്യം ചെയ്യും. അവരെ നോട്ടീസ് അയച്ച് അവരെ ചോദ്യം ചെയ്യും. ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കും. ഇല്ല, അത് ഫോറൻസിക്കിലേ കിട്ടുള്ളൂ. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ വാട്സപ്പ് ചാറ്റുകളും മറ്റു ഡീറ്റെയിൽസും മെസ്സേജിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടും. അതിപ്പോൾ അന്വേഷണം നമ്മളിതൊന്നും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. മൊഴിയെടുത്ത് ഇവരെ 3 പേരെയും കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്ത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി സമയം. ഇല്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇല്ല, അത് പിന്നീട് കിട്ടിയ വിവരത്തില്ല. നമുക്ക് ടൈം ഉണ്ട് കൊടുക്കാൻ വേണ്ടി. 5 മണിക്ക് കൊടുക്കണം. ഇല്ല, ആക്രമണമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പ്രതിയിൽ എത്തിച്ചേരാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. കാര്യം അങ്ങനത്തെ ഒരു ലൊക്കാലിറ്റിയാണ്. ക്രിമിനൽസ് പാർക്കുന്ന ഒരു ലൊക്കാലിറ്റിയാണ്. സ്മഗ്ലേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ലൊക്കാലിറ്റിയാണ്. അവിടുത്തെ മജിസ്ട്രേറ്റ് തന്നെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ലോക്കൽ പോലീസിന്റെ ഹെൽപ്പില്ലാതെ കേരളത്തിലെ ഒരു എക്സൈസ് ടീം വന്ന് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ പോലീസിന്റെ സഹായം എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ലെന്നാണ് അവർ ചോദിച്ചത്. പോലീസിന്റെ സഹായം നമ്മൾ ആവശ്യപ്പെട്ടില്ല. നമ്മുടെ ടീമിന്റെ വർക്ക് കൊണ്ട് മാത്രമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അതെ. ഒക്കേഷണലി പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് അവിടെ അല്ലായിരുന്നു. റെന്റഡ് ആണ്. അതിപ്പോ അന്വേഷിച്ചാലേ അത് അന്വേഷിക്കണം. അല്ല, അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. മൊബൈൽ ഫോണിന്റെ പരിശോധനയൊക്കെ നടത്തിയാലേ എങ്ങനെയാണ് മോഡസ് ഓപ്പറാൻഡി എന്നുള്ള കാര്യം പറയാൻ പറ്റും.
ഇപ്പൊ കൊടുക്കും 5 മണിക്ക് കൊടുക്കണം. ടൈമായി. ട്രാൻസിറ്റ് വാറന്റിന്റെ പീരീഡ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും ഇയാൾക്ക് സ്മഗ്ലിംഗ് ആണ് ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ എക്സൈസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. എന്നാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്.